ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ വല്ലങ്ങയിലെ കിളിയലാണ്. കിളിയൽ, അതായത് വല്ലങ്ങയിൽ നിന്ന് ചേരാമംഗലം വഴി പാലക്കാട് പോകുന്ന അതിൻ്റെ ഒരു ചെറിയ പ്രദേശം കിളിയൽ. ഈ വഴിയോരം അത്യാവശ്യം നല്ല വീതിയുണ്ട്. റോഡ് വിട്ടിട്ട് റോഡിന് ഓരം ചേർന്ന് ഒരു 3 മീറ്ററോളം വീതിയുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിശ്ചിത അകലത്തിൽ ഒരു 6 മീറ്റർ, മിനിമം 6 മീറ്റർ അകലത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, വലിയ മരങ്ങളല്ല, ചെറിയ കാണാൻ ഭംഗിയുള്ള നല്ല മരങ്ങൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ കൂടുതൽ സൗന്ദര്യവും വൃത്തിയും ഈ സ്ഥലത്തിന് കൈവരുന്നു. ഈ വളവ് ചേർന്ന പ്രദേശത്ത് വെക്കുകയാണ് നല്ലത്. എങ്കിൽ ആ ഭാഗത്ത്, ആ വളവുള്ള ഭാഗത്ത്, ടേണിങ്ങുള്ള ഭാഗത്ത് ഈ ഫെൻസിങ് പൂച്ചെടികൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ കൂടുതൽ സൗന്ദര്യം ഉണ്ടാവും. അല്ലാത്ത സ്ഥലങ്ങളിൽ 6 മീറ്റർ അകത്ത് മരം വെക്കുക. അല്ലാത്ത സ്ഥലങ്ങളിൽ നല്ല പൂച്ചെടികൾ, നല്ല പച്ചപ്പുള്ള പൂച്ചെടികൾ വെക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ സ്ഥലവും വളരെ മനോഹരമായിരിക്കും. നല്ല ഒരു പച്ചപ്പുള്ള ഒരു പ്രദേശം, ഒരു ഏരിയ, ഒരു പ്രദേശം തന്നെയാണിത്. വളപ്പുള്ള ഭാഗത്ത് പൂച്ചെടികൾ, അല്ലാത്ത ഭാഗങ്ങളിൽ മരങ്ങൾ വെക്കുകയും ചെറിയ വേസ്റ്റ് ബിന്നോ, നല്ല ഭംഗിയുള്ള വേസ്റ്റ് ബിൻ, പിന്നെ ചെറിയ ഗാർഡൻ ചെയർ, ഇതൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങൾ വെക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വൈകുന്നേരം ഒരു റിലാക്സേഷൻ, ഒരു വിശ്രമത്തിനായി വന്ന് ഇവിടെ ഇരിക്കുകയും ചെയ്യാം. വഴിയോരമാണ് വാഹനങ്ങൾ പോവുകയാണെങ്കിലും അത്യാവശ്യം കുറച്ച് വീതിയുള്ള പ്രദേശമായതുകൊണ്ട് അങ്ങനെ പേടിക്കാനില്ല. അപ്പോൾ ഈ സ്ഥലം കൂടുതൽ മനോഹരമാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മനോഹരമായിരിക്കും. വഴിയോരങ്ങൾ വൃത്തിയാക്കുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം, മാർഗം. നമ്മൾ അതിലേക്കാണ് ഇനി മുതൽ ചിന്തിച്ച് നീങ്ങേണ്ടത്. വഴിയോരങ്ങൾ മാലിന്യമുക്തമാക്കുക, സൗന്ദര്യവൽക്കരിക്കുക, പൂച്ചെടികളും മരങ്ങളും കൊണ്ട് വെക്കുക. ഇത് പരിപാലിക്കുക. അവിടുത്തെ തന്നെ ജനങ്ങളിലെ കുറച്ച് പേരെ ഏൽപ്പിക്കുക. അവർക്ക് രാവിലെ 1 മണിക്കൂറിൻ്റെ പണി അത്രയും ഇതിലുണ്ടാവുകയുള്ളൂ. അതിന് പഞ്ചായത്ത് വഴി ഓരോ വാർഡിലും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ഓരോ നാടും, ഓരോ ഗ്രാമവും സൗന്ദര്യവും വൃത്തിയും മാലിന്യമുക്തവുമാവട്ടെ. അതുപോലെ നമുക്ക് നമ്മുടെ നല്ലൊരു കേരളം കെട്ടിപ്പടുക്കാം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു.